ദേശീയ തലത്തിൽ ഒരു രാഹുൽ വോട്ട് മോഷണ ആരോപണവുമായി ദേശീയ ശ്രദ്ധയെ ആകർഷിക്കാൻ കഠിനാധ്വാനം ചെയ്യുമ്പോൾ ഇവിടെ അശ്ലീല ആരോപണങ്ങളിൽ കുടുക്കി ഒരു രാഹുലിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണ്. LDFിനും CPM എന്ന അതിന്റെ തുരുമ്പിച്ച നങ്കൂരത്തിനും ഇതൊരു സുവർണ അവസരമായിരുന്നു. ആരോപണങ്ങളുടെ കൂമ്പാരത്തിൽ മുങ്ങിത്താണുകൊണ്ടിരുന്ന ഇടതുപക്ഷത്തിന് അറിയാതെ തുറന്നു കിട്ടിയ ഒരു രക്ഷാമാർഗമായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാദം. പതിറ്റാണ്ടുകളായി പുറത്തെടുക്കാതെ വെച്ചിരുന്ന ക്ലാവ് പിടിച്ച ധാർമ്മികതയുടെ വടക്കു നോക്കിയന്ത്രം ഒറ്റ രാത്രി കൊണ്ട് സഖാക്കൾ പൊടിതട്ടി എടുക്കുകയായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കണമത്രേ. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലെ തോൽവി CPMന് ഏൽപ്പിച്ച മുറിവ് ഇനിയും ഉണങ്ങിയിട്ടില്ല. പൊട്ടിയ സെപ്റ്റി ടാങ്ക് പോലെ ഫോൺ കോളുകളും ചാറ്റുമൊക്കെ ചോർന്നൊലിച്ചപ്പോൾ തന്നെ വെട്ടി വീഴ്ത്താനുള്ള അരിവാളാണ് രാഹുൽ തന്റെ എതിരാളികൾക്ക് തളികയിൽ വെച്ച് നൽകിയത്. എന്നാൽ സഖാക്കളുടെ ധാർമ്മിക പ്രഹസനം അൽപായുസായി പോയി. പതിവില്ലാത്ത വിധം ചങ്കൂറ്റം കാണിച്ച് കോൺഗ്രസ് നേതൃത്വം മാങ്കൂട്ടത്തിനെ സസ്പെൻഡ് ചെയ്ത് കളഞ്ഞു. ചതിയായിപ്പോയി. ആർക്ക്? CPMന്. MLA സ്ഥാനത്ത് നിന്ന് രാഹുൽ രാജിവെച്ചിട്ടുമില്ല. പക്ഷേ വേണ്ട സമയത്ത് വേണ്ട നടപടികൾ എടുക്കുന്ന പതിവില്ലാത്ത പാർട്ടിയിൽ നിന്ന് ഒരു സസ്പെൻഷൻ നടപടി വന്നതുപോലും മഹാത്ഭുതമായി. CPMന് പാർട്ടിക്കുള്ളിൽ സ്വന്തമായി പോലീസും അന്വേഷണ സംഘങ്ങളും കോടതികളും ഒക്കെ ഉള്ളതുകൊണ്ട് ഇത്തരം കേസുകളൊന്നും പുറത്തു കൊടുക്കാറില്ല. കോൺഗ്രസിൽ നിന്ന് താൽക്കാലികമായെങ്കിലും പുറത്തായ മാങ്കൂട്ടത്തിൽ ഇനി നിയമസഭയിലും രാഷ്ട്രീയമായും ധാർമ്മികമായും ഒറ്റപ്പെട്ടിരിക്കേണ്ടിയും വരും. ക്ലാസിന്റെ മൂലയ്ക്ക് മാറി നിൽക്കാൻ വിധിക്കപ്പെട്ട വികൃതി കുട്ടിയെപ്പോലെ. രാഹുൽ MLA സ്ഥാനം രാജിവെച്ചാലും നിയമപരമായി പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടത്തണമെന്ന് നിർബന്ധമില്ല. കാരണം നിയമസഭയ്ക്ക് ഇനി 1 വർഷത്തിൽ താഴെയാണ് കാലാവധി ബാക്കിയുള്ളത്. എങ്കിലും ഉപതെരഞ്ഞെടുപ്പ് നടത്താനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിക്കുന്നതെങ്കിൽ അത് അങ്ങനെയേ വരൂ. BJPക്ക് കേരളത്തിൽ വീണ്ടും ഒരു നിയമസഭാ സീറ്റ് സ്വപ്നം കാണാൻ കഴിയുമായിരുന്നു. കോൺഗ്രസിന്റെ സർജിക്കൽ സ്ട്രൈക്ക് BJPയുടെ ഈ സ്വപ്നം കൂടിയാണ് തകർത്തെറിഞ്ഞിരിക്കുന്നത്. ആരോപണങ്ങളുടെ ശരശയ്യയിൽ കിടക്കുകയാണ് ഇടത് സർക്കാർ. UK മലയാളി വ്യവസായിയുമായി CPM ഉന്നതർക്ക് ഹിതകരമല്ലാത്ത ഇടപാടുകളുണ്ടെന്ന കത്ത് LDF സർക്കാരിന് ഹൈക്കോടതി കൊടുത്ത അടി ADGP അജിത് കുമാറിനെ മുഖ്യമന്ത്രി ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പ് വ്യാജ അന്വേഷണം നടത്തി സംരക്ഷിച്ചെന്ന ആക്ഷേപം, തകർന്നു കിടക്കുന്ന ആരോഗ്യ മേഖല, ശോഷണം നേരിടുന്ന വിദ്യാഭ്യാസ മേഖല, ഇതൊന്നും പോരാഞ്ഞ് തെരഞ്ഞെടുപ്പിന് മുൻപ് ഉദ്ഘാടനം ചെയ്യാൻ കാത്തിരുന്ന ദേശീയപാത ഇടിഞ്ഞു വീഴുകയും ചെയ്തു. ശേഷിക്കുന്നിടത്ത് കുണ്ടും കുഴിയും ഒഴിഞ്ഞ ഇടവുമില്ല. ഈ സർക്കാരിനെ ജീവനോടെ കുഴിച്ചുമൂടാൻ പോകുന്ന ആരോപണ ബാഹുല്യം തന്നെ പെയ്തിറങ്ങുന്ന സമയത്താണ് CPMന് ജീവശ്വാസമായി രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ അശ്ലീല ആരോപണങ്ങളുടെ ആവിർഭാവം. എന്നാൽ സസ്പെൻഷനോടെ ജീവശ്വാസം വിഷവാതകമായി മാറുന്ന അവസ്ഥയായി. CPM ഇപ്പോൾ സ്വന്തം സെലക്റ്റീവ് മൊറാലിറ്റിയെ ന്യായീകരിക്കാൻ കഷ്ടപ്പെടുകയാണ്. രാഹുലിനെതിരെ പരാതിയില്ലെന്ന് പിന്തുണക്കാർ സാങ്കേതികമായി പറയുമ്പോൾ മുകേഷ് എന്ന പാർട്ടി MLAക്കെതിരെ പരാതിയുണ്ടെന്ന് മാത്രമല്ല കോടതിയിൽ കേസും ഇപ്പോൾ നടക്കുകയാണ്. അപ്പോൾ രാഹുൽ മാത്രം രാജിവെച്ചാൽ മതിയോ? സ്ത്രീലമ്പടത്വത്തിന് കിട്ടിയ അടിയിൽ വിങ്ങിയ മുഖവുമായി മലയാളികൾ കണ്ടയാൾക്ക് മന്ത്രി കസേരയിൽ ഇരിക്കാമോ? മകളുടെ പ്രായമുള്ള പെൺകുട്ടിയോട് ഫോണിൽ കൂടി പഞ്ചാര വർത്തമാനം പറയുന്നയാൾക്ക് മന്ത്രിസഭയിൽ തുടരാമോ? PK ശശിയെ പാർട്ടിയിൽ നിന്ന് പേരിന് തരം താഴ്ത്തിയെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ പകരം ടൂറിസം ഭരിക്കാനാണ് നിയോഗിച്ചത്. മറ്റൊരു ശശി മുഖ്യമന്ത്രിയുടെ രാഷ്ട്രീയ ഉപദേഷ്ടാവായി വിരാജിക്കുകയാണിപ്പോൾ. പൊതുജനങ്ങൾ ഇതിനെ കാപട്യമെന്ന് വിളിച്ചേക്കും. പക്ഷേ സഖാക്കൾക്ക് ഇതൊക്കെ പാർട്ടി അച്ചടക്കം മാത്രമാണ് കേട്ടോ. നേതാക്കളുടെ ധാർമ്മിക പാപ്പരത്വത്തിന് ഒഴിവ് കഴിവുകൾ പറയുന്ന ലില്ലിപ്പൊട്ടുകളുടെ സർക്കസ് മാത്രമാണ് ഇവിടെ ശേഷിക്കുന്നത്. മുകേഷ് രാജിവെക്കണോ എന്ന് ഒരിക്കൽ ചോദിച്ചപ്പോൾ പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ താൻ എന്തോ വലിയ തമാശ പറയുന്നത് പോലെ മറുചോദ്യം ഉന്നയിക്കുകയും ചെയ്തു. പിന്നീട് അദ്ദേഹം കുറ്റവിമുക്തനാക്കപ്പെട്ടാൽ ധാർമ്മികതയുടെ അടിസ്ഥാനത്തിൽ MLA സ്ഥാനം തിരിച്ചു കിട്ടുമോ? അതേ ഗോവിന്ദൻ തന്നെ അതേ ധാർമ്മികതയുടെ അടിസ്ഥാനത്തിൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കണമെന്നാണ് പറയുന്നത്. ഇന്നത്തെ CPMൽ സൗകര്യപൂർവ്വം എടുത്തുപയോഗിക്കുന്ന ഒരു വെറും വാക്ക് മാത്രമായിരിക്കുകയാണ് ധാർമ്മികത. ഒരു കാലത്ത് കോൺഗ്രസ് അടക്കമുള്ള വലതുപക്ഷക്കാരുടെ കുത്തകയായിരുന്ന സമീപനം മുൻഗാമികളിൽ നിന്ന് വ്യത്യസ്തമായി താഴെ തട്ടിൽ ഒരുപാട് കാലമൊന്നും കഷ്ടപ്പെടാതെ ശരവേഗത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വളർച്ച അതേ വേഗത്തിൽ തിരിച്ചടിയാകുമെന്ന് ഉറപ്പായിരുന്നു. ഉചിതമായ നടപടി കോൺഗ്രസ് സ്വീകരിച്ചു. രാജിവെക്കാൻ വിസമ്മതിച്ചതിനാണ് സസ്പെൻഡ് ചെയ്തതെന്ന് വ്യക്തമാക്കിയിരുന്നെങ്കിൽ കൂടുതൽ നന്നായേനെ. എന്നിരുന്നാലും അധികാരത്തിനായുള്ള വിട്ടുവീഴ്ചകളുടെ ചതുപ്പിൽ സഖാക്കൾ ചവിട്ടിത്താഴ്ത്താൻ പോകുന്ന പുതിയൊരു മാനദണ്ഡം കോൺഗ്രസ് മുന്നോട്ട് വെച്ചിരിക്കുകയാണ്. 2ാം ടേം ജയിച്ച് 3ാം ടേം സ്വപ്നം കാണാൻ ധൈര്യപ്പെടുന്ന ഇടതുപക്ഷത്തിന് ആ വെല്ലുവിളി ഏറ്റെടുക്കുക ഒട്ടും എളുപ്പമായിരിക്കില്ല. പുറത്ത് നടക്കുന്ന അംഗങ്ങളെല്ലാം ICUവിൽ കിടന്ന് കാണാൻ മാത്രമാണ് തൽക്കാലം കേരളത്തിലെ BJPയുടെ വിധി.
ജീവിതാവതാളമാകുമെന്ന് BJP വിശ്വസിച്ച പാലക്കാട്ടെ ദുർബലമായ സ്പന്ദനം പോലും രാഹുലിന്റെ സസ്പെൻഷനിലൂടെ കോൺഗ്രസ് ഞെരിച്ചില്ലാതാക്കുകയായിരുന്നു. CPMന്റെ കോൺഗ്രസ് വിരുദ്ധ ആക്രോശത്തിനൊപ്പം അണിചേരുക മാത്രമാണ് BJP ഇപ്പോൾ ചെയ്യുന്നത്. നരേന്ദ്രമോദിയുടെ കോൺഗ്രസ് മുക്ത ഭാരതം എന്ന മുദ്രാവാക്യത്തിന്റെ വിളിയിൽ പ്രതിധ്വനിച്ച് ഇന്നും കേരളത്തിൽ കേൾക്കുന്നുണ്ടോ? പിണറായിയുടെയും മോദിയുടെയും ശബ്ദത്തിന് ഒരേ താളമാണെന്ന് തോന്നിയെങ്കിൽ പൊതുജനങ്ങളുടെ കാതുകൾക്കല്ല കുഴപ്പം, സഖാക്കളുടെ തൊണ്ടയ്ക്കാണ്.